ആകാശവാണി വാർത്താ വീക്ഷണം. കൊല്ലത്ത് കണ്ണൂർ കപ്പുയർത്തുമ്പോൾ. തയ്യാറാക്കിയത് ദേശാഭിമാനി കൊല്ലം യൂണിറ്റ് സീനിയർ സബ് എഡിറ്ററായ വിജേഷ് ചൂടൽ. അവതരണം സീന ആന്റണി. കൌമാരകലയുടെ മഹോത്സവത്തിന് കൊല്ലത്തിന്റെ മണ്ണിൽ കൊടിയിറക്കം. അഷ്ടമുടിയുടെ കായലോളങ്ങളും അറബിക്കടലിന്റെ തിരകളും ത്രസിച്ച വിസ്മയ കലാപ്രകടനങ്ങളുടെ 5 അവിസ്മരണീയ പകലിരവുകൾക്ക് തിരശീല വീഴുകയാണ്. മണ്ണിലുദിച്ച താരങ്ങളുടെ തെളിമയിൽ വിണ്ണിലെ താരങ്ങൾ അതിശയം കൊള്ളവേ, നാടൊന്നാകെ ഹർഷാരവം മുഴക്കവേ, ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ കൊല്ലപരീക്ഷയിൽ ഫോട്ടോ ഫിനിഷിൽ കണ്ണൂർ കലാകിരീടം ചൂടി. കഴിഞ്ഞ തവണത്തെ കോഴിക്കോട് കലോത്സവത്തിന്റെ അതേ ട്രെൻഡായിരുന്നു കൊല്ലത്തും. തുടക്കം മുതൽ അവസാന ദിനം ആദ്യം വരെയും കണ്ണൂർ ജില്ലയായിരുന്നു മുന്നിൽ. 22 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കണ്ണൂർ കപ്പടിച്ചുവെന്ന് തോന്നിയ നിമിഷങ്ങളിൽ അവസാന ലാപ്പിൽ കോഴിക്കോടിന്റെ കുതിപ്പ് കണ്ടു. കണ്ണൂരും പാലക്കാടും 2ാം സ്ഥാനത്തേക്ക് എത്തിയതോടെ കോഴിക്കോടിന്റെ വിജയ ചരിത്രം ആവർത്തിക്കുമോ എന്ന ആശങ്കയിലായി കണ്ണൂർ. ഒടുവിൽ 3 പോയിന്റിന്റെ മുൻതൂക്കത്തിൽ കോഴിക്കോടിനെ പിന്നിലാക്കി കണ്ണൂർ കപ്പടിച്ചു. നീണ്ട 23 വർഷത്തിനു ശേഷമാണ് കണ്ണൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചാമ്പ്യന്മാരാകുന്നത്. അവസാന റൌണ്ടിലെ കണ്ണൂരംഗത്തിൽ കോഴിക്കോടിന് നഷ്ടമായത് അവർ ഏറെ പ്രതീക്ഷിച്ച 21ാം കലാകിരീടം. കണ്ണൂരിന് 952 പോയിന്റും കോഴിക്കോടിന് 949 പോയിന്റുമാണ് ലഭിച്ചത്. 938 പോയിന്റോടെ പാലക്കാട് മൂന്നാമതെത്തി. 925 പോയിന്റോടെ തൃശൂർ, 913 പോയിന്റോടെ മലപ്പുറം എന്നീ ജില്ലകളാണ് 4ഉം 5ഉം സ്ഥാനങ്ങളിലെത്തിയത്. സ്കൂളുകളിൽ പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കുറിയും എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി കലാകിരീടം ചൂടി 249 പോയിന്റ്. രണ്ടാമതെത്തിയ തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ 116 പോയിന്റ് സ്വന്തമാക്കി. 92 പോയിന്റോടെ എറണാകുളം സെന്റ് തെരേസാസ് CGHSSും പത്തനംതിട്ട കിടങ്ങന്നൂർ SVGHSSും തൊട്ടുപിന്നിലെത്തി. അറബിക് കലോത്സവത്തിൽ 95 പോയിന്റുമായി മലപ്പുറവും കണ്ണൂരും 1ാം സ്ഥാനം പങ്കിട്ടു. കാസർഗോഡും പാലക്കാടുമാണ് രണ്ടാമത്, 93 പോയിന്റ്. സംസ്കൃതോത്സവത്തിൽ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകൾ 1ാം സ്ഥാനം പങ്കിട്ടു. ഇന്ന് വൈകിട്ട് വിശിഷ്ടാതിഥിയായി എത്തിയ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിലാണ് പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്ത് സമാപന ചടങ്ങുകൾ നടന്നത്. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അക്ഷരാർത്ഥത്തിൽ കൊല്ലത്ത് ഉത്സവമായിരുന്നു പിന്നിട്ട 5 നാളുകൾ. 14,000-ഓളം കൌമാര പ്രതിഭകൾ, ഒരൊറ്റ വികാരം. 62ാം സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് സൃഷ്ടിച്ച കൌമാരകലയുടെ മേളപ്പെരുക്കം അഷ്ടമുടി കായലിന്റെ കാറ്റിന് കലയുടെ ഗന്ധം സമ്മാനിച്ചു. ഉദ്ഘാടന വേദിയിൽ കാസർഗോഡ് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഗോത്രവർഗ കലാവിഷ്കാരമായ മംഗലം കളി അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. ഗോത്രകലകളെ അടുത്ത വർഷം മുതൽ സ്കൂൾ കലോത്സവത്തിൽ മത്സര ഇനമാക്കുമെന്ന സുപ്രധാന പ്രഖ്യാപനം മുഖ്യമന്ത്രി ഉദ്ഘാടന വേദിയിൽ നടത്തി. സാമ്പത്തിക പരാധീനത കാരണം വിഷമിക്കുന്ന പ്രതിഭകളെ സംരക്ഷിക്കാനും കലാരംഗത്ത് ഉറപ്പിച്ചു നിർത്താനും വിപുല സംവിധാനം ഉണ്ടാകണമെന്നും ഇക്കാര്യത്തിൽ സാംസ്കാരിക വകുപ്പിനും ജനകീയ സമിതികൾക്കും വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കലോത്സവ മാനുവൽ അടുത്ത വർഷം പരിഷ്കരിക്കുന്നത് പരിഗണനയിലാണെന്നും വിജയികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നത് ഉറപ്പുവരുത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കി. രാജ്യത്തെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൌമാര കലാമേളയെന്ന് ഖ്യാതി നേടിയ കേരള സ്കൂൾ കലോത്സവത്തിൽ 24 വേദികളിൽ 239 ഇനങ്ങളിലായി 14,000-ഓളം കുട്ടികളാണ് മാറ്റുരച്ചത്. അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ 20,000-ലധികം പേർ കലോത്സവത്തിൽ പങ്കാളികളായി. മൺമറഞ്ഞ അനശ്വര പ്രതിഭകളുടെ പേരിലാണ് വേദികൾക്ക് നാമകരണം ചെയ്തത്. പുതിയ തലമുറയുടെ കയ്യിൽ കേരളത്തിന്റെ കലാരംഗത്തിന്റെ ഭാവി സുരക്ഷിതമാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതായി കൊല്ലത്തെ കലാമാമാങ്കം. ജില്ലകളിൽ നിന്ന് വിജയിച്ചെത്തിയ ടീമുകൾ മിക്കതും A ഗ്രേഡ് സംസ്ഥാന തലത്തിലും സ്വന്തമാക്കിയാണ് മടങ്ങിയത്. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എല്ലാ വേദികളിലും സദസ്സിനെ സമ്പന്നമാക്കി. കുട്ടികളിൽ നിന്ന് പഠിക്കാനും സ്വയം കാലോചിതമാക്കാനുമാണ് തങ്ങളെത്തിയതെന്ന് അവർ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. കുട്ടികളുടെ കലാപ്രകടനത്തിന് അവിസ്മരണീയമായ തുടർച്ച സൃഷ്ടിച്ച 62ാമത് കേരള സ്കൂൾ കലോത്സവം സംഘാടന മികവുകൊണ്ടും കാലോചിതമായ നിലപാടുകൾ കൊണ്ടും കൂടിയാണ് ശ്രദ്ധേയമായത്. മാലിന്യമുക്ത കേരളത്തിന് പുതുമാതൃക സൃഷ്ടിച്ച് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരുന്നു കലോത്സവം സംഘടിപ്പിച്ചത്. ഹരിതചട്ട പാലനത്തിനായി വോളണ്ടിയേഴ്സിനും തൊഴിലാളികൾക്കും
പ്രത്യേക പരിശീലനം നൽകിയതിനാൽ പൂർണ്ണമായും ക്ലീനായിരുന്നു വേദികളും പരിസരവുമെല്ലാം. വേദിയിൽ ഉപയോഗിക്കാനും ഹരിതചട്ടം പാലിക്കുന്നവർക്ക് സമ്മാനം നൽകാനുമായി പേപ്പർ ബാഗ്, പേന എന്നിവയാണുണ്ടായിരുന്നത്. 300 NSS വോളണ്ടിയർമാർ, സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ്, ഹരിതകർമ്മസേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അധ്യാപകർ എന്നിവയാണ് മേളയെ ഹരിതമാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്. 25-അംഗ ടീം കേരള അംഗങ്ങളും പിന്തുണ നൽകി. മാലിന്യങ്ങൾ ശേഖരിക്കാൻ ബാംബു കോർപ്പറേഷന്റെ ഈറക്കുട്ടകളും ഓലവല്ലങ്ങളും സ്ഥാപിച്ചു. കുടിവെള്ളത്തിനായി പ്രത്യേകം മൺകൂജകളും സ്ഥാപിച്ചിരുന്നു. കരുതലും കരുത്തുമായി കൊല്ലം ആശ്രാമം മൈതാനത്ത് കലോത്സവ വേദിയിൽ കേരള പോലീസ് ഒരുക്കിയ പവലിയനിൽ എത്തിയത് 2 ലക്ഷത്തോളം പേരാണ്. ലഘുഭക്ഷണവും ശീതളപാനീയങ്ങളും 5 നേരം സൌജന്യമായാണ് നൽകിയത്. ഇതിനു പുറമെ വിവിധ യുവജന വിദ്യാർത്ഥി സംഘടനകളും സാംസ്കാരിക സംഘടനകളുമെല്ലാം അവരവരുടേതായ രീതിയിൽ കലോത്സവത്തിൽ പങ്കാളികളായി. കണ്ണൂർ കലാകിരീടവുമായി കൊല്ലത്ത് നിന്ന് മടങ്ങുമ്പോൾ അടുത്ത വർഷം തങ്ങളത് തിരിച്ചുപിടിക്കുമെന്ന വാശിയുണ്ട് കോഴിക്കോടിന്. തങ്ങൾക്കും അർഹതപ്പെട്ടതാണ് സ്വർണ്ണക്കപ്പെന്ന് മറ്റു ജില്ലകളും പ്രഖ്യാപിക്കുന്നു. ഇതിനെല്ലാം അപ്പുറം ഉജ്ജ്വലമായ കലാപ്രകടനങ്ങൾ മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും മഹത്തായ സന്ദേശമാണെന്ന പ്രഖ്യാപനമാണ് കൊല്ലത്തെ വിവിധ വേദികളിൽ മലയാളത്തിന്റെ കൌമാരം പിന്നിട്ട ദിവസങ്ങളിൽ ഉറക്കെ പ്രഖ്യാപിച്ചത്. നാടിന്റെ നന്മയ്ക്കായി ഇത്തരം ആരോഗ്യകരമായ മാറ്റുരയ്ക്കലുകൾ മുതൽക്കൂട്ടാകുമെന്ന് നിസ്സംശയം പറയാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കൊല്ലത്ത് കണ്ണൂർ കപ്പുയർത്തുമ്പോൾ. തയ്യാറാക്കിയത് ദേശാഭിമാനി കൊല്ലം യൂണിറ്റ് സീനിയർ സബ് എഡിറ്റർ വിജേഷ് ചൂടൽ.